ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ഓറ CNG വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് ആണ് SCNG. ബേസ് ഈ വേരിയന്റിൽ CNG അവൈലബിൾ ആണ്. സെക്കൻഡ് വേരിയന്റിൽ CNG വരുന്നുണ്ട്. ഈ വാഹനം ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് നമ്മളിപ്പോൾ ടാക്സി സെഗ്മെന്റിലാണ്. നമ്മളുടെ ഡിസയർ ടാക്സിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസിന് നിങ്ങൾക്ക് ഈ സെക്കൻഡ് വേരിയന്റ് വേരിയന്റ് എടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളും ഈ ഒരു വേരിയന്റിൽ ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു പഴയ ടാക്സി വാഹനമാണ്, അത് എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു ടാക്സി വാഹനം നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയതൊരു ടാക്സി സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വാഹനമാണ് ഓറയുടെ SCNG. കാരണം ഇപ്പോൾ ഈ സെഗ്മെന്റിൽ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, അതിനകത്ത് CNG വരുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ ഓറയുടെ CNGക്കാണ്. ഏകദേശം 28 കിലോമീറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. 25-നും 26-നും ഇടയ്ക്ക് ആവറേജും മൈലേജും ഈ വാഹനം തരും. അപ്പോൾ ഈ വേരിയന്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്, ഇത് ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. ഇത് ഓറ SCNG. പലരും ടാക്സി സെഗ്മെന്റിലേക്ക് വാഹനങ്ങൾ എടുക്കുമ്പോൾ ബേസ് വേരിയന്റ് കാറുകൾ എടുത്തിട്ട് അത്യാവശ്യം ആക്സസറീസ് ചെയ്യാറാണ് പതിവ്. അങ്ങനെയുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേരിയന്റ് ആണ് ഓറയുടെ ഈ SCNG. കാരണം ഓറയിൽ നമുക്ക് ഈ CNG അവൈലബിൾ ആണ്, അതായത് ബേസ് വേരിയന്റിൽ CNG വരുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് വെറും 60,000 രൂപയാണ് കൂടുതൽ വരുന്നത്. ആ 60,000 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ ടാക്സിയിൽ ഓടാനോ പേഴ്സണൽ യൂസിനോ ഉപയോഗിക്കാനായിട്ട് പറ്റും, പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ചെയ്യാതെ തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ ഊബറിൽ അറ്റാച്ച് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്കൊരു പ്രീമിയം ടാക്സി സെഗ്മെന്റിൽ വാഹനം ഓടിക്കാനാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കാർ ഓൾറെഡി ഒരു വാഹനം തന്നെയാണ്. കാര്യം ആ ഒരു ബഡ്ജറ്റ്, ഒരു 8-8.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇത്രയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ടാക്സി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കാർ ഓറ മാത്രമാണ്. ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ കൊടുക്കുന്ന ഒരേ ഒരു വാഹനം ഓറ CNG മാത്രമാണ്. ഏകദേശം 28 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് CNGക്ക് മൈലേജ് പറയുന്നത്. റിയൽ ലൈഫിൽ ഒരു 25-26 ഒക്കെ എന്താണെങ്കിലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ടാക്സി സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഈ ഓറ CNGക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു വൈറ്റ് കളർ ടാക്സി സെഗ്മെന്റിലേക്ക് പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും ചെയ്യാണ്ട് നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ പാർക്ക് ലൈറ്റ് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു L ഷേപ്പിൽ DRL കൊടുത്തിരിക്കുന്നു, അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ലിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇവിടെ ഹ്യുണ്ടായുടെ ലോഗോ കാണാം. ലോഗോനോട് ചേർന്നുള്ള ഒരു ഗ്രില്ലിന്റെ പോർഷൻ ക്ലോസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. താഴത്തെ പോർഷൻ എല്ലാം ഒരു വൈറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് വേരിയന്റ് ആണെന്ന് ആരും പറയില്ല. കാര്യം വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്കിംഗ് ആണ്. ഇപ്പോൾ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. ഹൈപ്പർ സ്റ്റൈൽ വീൽസ് കൊടുത്തിരിക്കുന്നു. വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 175/60R15 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. അലോയ്സിന്റെ ലുക്കുള്ള ആ ഒരു ഹൈപ്പർ സ്റ്റൈൽ അല്ലെങ്കിൽ വീൽ കപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് ഫെൻഡേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ ഹാൻഡിൽസും മിറേഴ്സും എല്ലാം നമുക്ക് വൈറ്റ് അല്ലെങ്കിൽ ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ബേസ് വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഇതെല്ലാം ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. DRL പോലെയുള്ള സംഭവങ്ങൾ അതിനകത്ത് വരുന്നില്ല. വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നോർമൽ ആൻറ്റീനയാണ് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വരുമ്പോഴാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. 2450 mm ആണ് ഈ വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത്. ഇപ്പോൾ ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് ആണെങ്കിലും സെക്കൻഡ് വേരിയന്റ് ആണെങ്കിലും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിപ്പോൾ ഒരു സെഡാൻ ടൈപ്പ് ആയതുകൊണ്ട് വൈപ്പർ കാര്യങ്ങളൊന്നും ഒരു വേരിയന്റിലും വരുന്നില്ല. പക്ഷേ സെക്കൻഡ് വേരിയന്റിൽ തന്നെ നമുക്ക് ഡീഫോഗർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ CNG എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു സ്റ്റോപ്പ് ലാമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു C ഷേപ്പിലുള്ള LED ടൈലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് ഹാലജനായിട്ട് സ്റ്റോപ്പ് ലൈറ്റും ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് ഇതെല്ലാം ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹൈ CNG എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. മാത്രമല്ല വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും തന്നെ വരുന്നില്ല. ഓറ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴത്തെ നമുക്ക് ബാക്കിലെ സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻസ് എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബമ്പറിന്റെ ഡിസൈനിൽ കോർണർ ചെയ്ത് നമുക്കൊരു
റിഫ്ലക്ടേഴ്സും കാണാം. ഈ ഓറ ബാഡ്ജിങ്ങിന്റെ താഴെ നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ കാണാം. അതെല്ലാം ഒരു പ്രീമിയം ടച്ച് തരുന്ന രീതിയിലാണ്. ഇനി ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് കീയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതല്ലാണ്ട് ഇവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അതല്ല എങ്കിൽ നിങ്ങൾ അകത്തുനിന്ന് ലിവർ പുൾ ചെയ്ത് നിങ്ങൾക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് CNG ആണ്. ആ വലിയൊരു CNG ടാങ്ക് കാണാം. CNG ടാങ്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. വിത്തൗട്ട് CNG ആണെങ്കിൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 402 ലിറ്റർ ആണ്. അപ്പോൾ CNG ടാങ്ക് വന്നു കഴിഞ്ഞാൽ ഒരു 150-160 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഇപ്പോഴും വരുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം 2-3 ബാഗുകളൊക്കെ സുഖമായിട്ട് വയ്ക്കാനായിട്ട് പറ്റും. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇത് 60 ലിറ്ററിൻ്റെ CNG ടാങ്കാണ്. 8 കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്കിനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വരുന്ന ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയും കൊടുത്തിരിക്കുന്നു. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3 ടോൺ കളറാണ് ഇതിൻ്റെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രോൺസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ ഗ്രിഡ് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് വേരിയന്റിൽ തന്നെ. സീറ്റുകളാണെങ്കിലും വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള വൈറ്റ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സെമി ലെതർ സീറ്റുകളാണ്. വശങ്ങളിൽ ഒരു ലെതർ ഫിനിഷും നടുക്ക് ഒരു ഫാബ്രിക് ഫിനിഷും കൊടുത്തിരിക്കുന്നു. ടാക്സി സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഒരു വൈറ്റ് ഇന്റീരിയർ ആണ്. കാര്യം ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ പാക്കേജൊക്കെ ഓടാനാണെങ്കിലും വൈറ്റ് ഇന്റീരിയർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്കിവിടെ ആയിട്ടാണ് ആ ഒരു ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും കൊടുത്തിരിക്കുന്നു. നമ്മളുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഹുഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെയാണ് നമുക്ക് ലിവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ CNG ആൻഡ് പെട്രോൾ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. ഇവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓറ CNG വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു സെക്കൻഡ് വേരിയന്റ് ആണ്. ടാക്സി സെഗ്മെന്റിലേക്കാണ് നിങ്ങൾ വാഹനം നോക്കുന്നത് എങ്കിലും അത്യാവശ്യം പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. അതിപ്പോൾ കളർ ടോൺ ആണെങ്കിലും ബ്ലാക്ക്, ഒരു ബ്രോൺസ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ ഒരു വൈറ്റ് ഫിനിഷ്. അപ്പോൾ അകത്തേക്ക് കയറി ഇരുന്നതിനാണ് നമുക്കൊരു ബേസ് വേരിയന്റ് കാറല്ല, ഒരു പ്രീമിയം ലുക്കിംഗ് കാറിൽ കയറിയിരിക്കുന്ന ഒരു ഫീല് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആപ്പാടെ കുറവായിട്ട് തോന്നുന്ന ഒരു മ്യൂസിക് സിസ്റ്റം ആണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ഒരു സ്ക്രീനോ കാര്യങ്ങളോ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ടാക്സി സെഗ്മെന്റിലേക്ക് നോക്കുന്നവർക്ക് ഇതൊരു ഡീസെന്റ് ഇനഫ് ആണ്. കാര്യം ആ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്ന മൾട്ടി ഫംഗ്ഷണൽ ആയിട്ട് സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. താഴെ സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും ആണ്. ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അനലോഗ് ആൻഡ് ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റിന്റെ ഒരു മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും അനലോഗായിട്ട് തന്നെയാണ് വരുന്നത്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, ഒരു 3.5 mm ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു എംടി, പിന്നെ TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലെയുള്ള ഫീച്ചേഴ്സും ഈ സെക്കൻഡ് വേരിയന്റിൽ തന്നെ ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകളെല്ലാം നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് ടോഗിൾ ചെയ്യാനാണെങ്കിലും പിന്നെ നമുക്ക് ആവറേജ് ഫ്യൂവൽ, അതിൻ്റെ ട്രിപ്പ്, അങ്ങനത്തെ ഇൻഫർമേഷൻസ് അറിയാനാണെങ്കിലും അതിനകത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് പെട്രോൾ ആൻഡ് CNG എന്ന് പറഞ്ഞൊരു ബാഡ്ജ് കാണാം. ഇപ്പോൾ ഈ വാഹനം പെട്രോളാണ്, CNG CNGയിലേക്ക് അത് ചേഞ്ച് ആവുന്നത് കാണാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ക്രീനോട് കൂടി ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും അതിൻ്റെ ഫിസിക്കൽ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. FM പിന്നെ USB കണക്ട് ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് വരുന്നത്. ഇതിനകത്തൊരു റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അത് ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലായിട്ടാണ്. അതല്ലാണ്ട് വേറെ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ഇവിടെ ഒന്നും കാണാനായിട്ട് പറ്റില്ല. റിവേഴ്സ് ക്യാമറയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ സിസ്റ്റം മാറ്റണം, അല്ലെങ്കിൽ വേറെ ക്യാമറയുടെ ചെറിയ സ്ക്രീൻ എന്തെങ്കിലും ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിസിക്കൽ ബട്ടണുകൾ കാണാം. അതിന് താഴെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ, മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനം ഇപ്പോൾ ഓൺ പൊസിഷനിലാണ്. നമ്മൾ ഓൺ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ക്യാബിന് കാര്യങ്ങളെല്ലാം കൂളാവുന്നുണ്ട്. അത്യാവശ്യം നല്ല AC ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ സെൻറ്റർ പോർഷനിൽ നമുക്ക് ആ ഒരു ബ്രോൺസ് ഫിനിഷ് കാണാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് പോലും, ഈ ലെതർ സ്റ്റിച്ചിങ് പോലും നിങ്ങൾക്ക് ആ ഒരു ബ്രോൺസ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം, 5 സ്പീഡാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം.
ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് വരുന്നത്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ. ഇതിനകത്ത് ഓറ എന്ന് പറയുന്ന ഒരു ബാഡ്ജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നില്ല. ഇതിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് ബേസ് വേരിയന്റ് തൊട്ട്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കും. കോ ഡ്രൈവേഴ്സുകൾ സൺവൈസസ് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻട്രൽ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിലും നിങ്ങൾക്ക് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത്. അടുക്ക റീഡിംഗ് ലൈറ്റ് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ആ ചെറിയൊരു സ്ക്രീൻ മാത്രമാണ്. വാഹനത്തിന്റെ ബാക്ക് യാത്രക്കാരെ കംഫർട്ടാണ് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യേണ്ടത്. കാര്യം ഇത് ടാക്സി സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡുവൽ ടോൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് താഴെ നമുക്ക് 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ടും കാണാം. ബാക്കിലേക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫി ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കൊരു സെന്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നല്ലൊരു സെന്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത് സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നല്ല 2 കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. അങ്ങനെ കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ആണ്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. പിന്നെ പാഴ്സൽ ട്രേ പോലെയുള്ള സംഭവങ്ങളും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 പേരുള്ളൂ എങ്കിൽ വളരെ കംഫർട്ടായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സെൻറ്റർ ആംബ്രസ്റ്റ് ഒക്കെ വെച്ച് സുഖമായിട്ട് ലോങ് റൈഡൊക്കെ പോകാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഓവറയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഇത് ഇപ്പോൾ നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനിലാണ് വരുന്നത്. ഹ്യുണ്ടായുടെ ടയർ സ്റ്റാർട്ടുള്ള VT പെട്രോൾ എഞ്ചിൻ. ഇത് പെട്രോളിലേക്ക് വരുമ്പോൾ 82 HP പവറും 115 Nm ടോർക്കൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. CNGയിലേക്ക് വരുമ്പോൾ 68 HP ആണ് CNGയുടെ പവർ വരുന്നത്. 95 Nm ടോർക്കാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സെയിം എഞ്ചിൻ തന്നെയാണ്. വളരെ റിഫൈൻഡ് ആയിട്ട് വളരെ ക്വയറ്റായിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. പ്രത്യേകിച്ച് യാതൊരു നോയ്സോ കാര്യങ്ങളോ അകത്തേക്ക് വരുന്നില്ല. ആ ഒരു AC ബ്ലോവറിന്റെ നോയ്സ് അല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊരു നോയ്സും ഈ വാഹനത്തിന്റെ അകത്തേക്ക് നമുക്ക് വരുന്നില്ല. ഈ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 28 km/ലിറ്റർ ആണ്. ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്നവർക്ക് 30+ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഓൺലൈനിൽ നോക്കി മനസ്സിലായതാണ്. എന്നാൽ റിയൽ ലൈഫിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ 25-നും 26-നും ഇടയ്ക്ക് നിങ്ങൾക്ക് CNGയിൽ മൈലേജ് ലഭിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ CNG 60 ലിറ്റർ ആണ് ടാങ്കിന്റെ കപ്പാസിറ്റി. 8 കിലോ CNG നിങ്ങൾക്ക് അറ്റ് എ ടൈം ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഒരു 1 സ്ട്രെച്ച് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു 200 കിലോമീറ്ററൊക്കെ 1 സ്ട്രെച്ചിൽ ആ ഒരു ഫുൾ CNGയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടാക്സി സെഗ്മെന്റിലേക്ക് ബെസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ടാക്സി സെഗ്മെന്റിലേക്ക് രജിസ്റ്റർ ചെയ്യാനും CNG നിങ്ങൾക്ക് ഈ ബേസ് വേരിയന്റിലും അവൈലബിൾ ആണ്. അതിന് CNGക്ക് ഷോറൂം പ്രൈസ് വരുന്നത് 7,54,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,75,000 രൂപയാണ് CNGക്ക്. അത് ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 8,28,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ടാക്സിയിലേക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് വേരിയന്റ് S വേരിയന്റ് ആണ്. ഇതിന് ഷോറൂം പ്രൈസ് വരുന്നത് 8,37,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,85,000 രൂപയാണ് വരുന്നത്. ഈ വാഹനത്തിന് ഈ സെക്കൻഡ് വേരിയന്റിൽ നിങ്ങൾക്ക് ഏകദേശം 40,000 രൂപ വരെ ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ആ ഓഫർ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് 9,45,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. വിത്തൗട്ട് ടാക്സി ആണെങ്കിൽ. ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 8,88,888 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് 8.8 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ കാണുന്ന S വേരിയന്റ് ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ട് എങ്കിൽ അത് ടാക്സി സെഗ്മെന്റിലേക്ക് ഓടാനായിട്ട് നിങ്ങൾ നമ്മളുടെ ഡിസയറൊക്കെ നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഓരോ കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡിസയറിന്റെ ഈ ആ ഒരു ബേസ് വേരിയന്റിലാണ് നമുക്ക് ടാക്സി വരുന്നത്. അതെടുത്തിട്ട് നിങ്ങൾ ആക്സസറീസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 9 ലക്ഷം രൂപ കൂടുതൽ വരും. അങ്ങനെയുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വാഹനമാണ് ഓറ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം വാഹനമായിട്ട് ഇത് ഫീൽ ചെയ്യും. ഫീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് AC വെൻസ് പോലെയുള്ള ഫീച്ചേഴ്സ് വരെ
ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന് ഇപ്പോൾ 85% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. ടാക്സി ആയതുകൊണ്ടാണ് 5 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിൽ കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ മന്ത്ലി ഏകദേശം ഒരു 12,000-നും 13,000-നും ഇടയ്ക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അടവ് വരിക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ നമ്മുടെ 1-2 വീഡിയോയിൽ ടാക്സി സെഗ്മെന്റിലേക്കുള്ള ബെസ്റ്റ് വാഹനം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞൊരു കമന്റ് കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ മാരുതിയുടെ ബേസ് വേരിയന്റ് നോക്കിയിരുന്നു, അതായത് ഡിസൈറിലെ ബേസ് വേരിയന്റ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു വാഹനമാണ്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വാഹനമല്ല ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.